നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞ. വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ SNDP യോഗം പ്രവർത്തകർ പ്രതിഷേധിച്ചു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മന്ത്രിസഭയിൽ ഇടുക്കിയെ അവഗണിച്ചെന്ന ആക്ഷേപം. തൊടുപുഴ നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ വീണ്ടും മോഷണം. മണക്കാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മരിയ ബേക്കറിയിലാണ് ഞായറാഴ്ച മോഷണം നടന്നത്. തൊണ്ടിക്കുഴ സ്കൂളിന് മുൻവശത്തുള്ള റോഡിലെ കുഴികൾ വാർഡ് മെമ്പർ സുഗു തങ്കപ്പന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയുടെ പങ്കാളിത്തത്തോടെ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞ. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയാണ് മുഖ്യമന്ത്രി അധികാരമേറ്റത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മറ്റ് കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ SNDP യോഗം പ്രവർത്തകർ പ്രതിഷേധിച്ചു. തൊടുപുഴ യൂണിയൻ ഓഫീസിൽ നിന്നും ഗാന്ധി സ്ക്വയറിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ നടത്തിയ പ്രകടനത്തിലാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യം വിളിച്ചത്. അഭിവാദ്യങ്ങൾ
ഇന്ത്യ എന്ന മഹാരാജ്യം ജാതി മതഭേദങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടവരാണ്. SNDP യോഗം എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ SNDP യോഗത്തിൻ്റെ അണികൾ അല്ലെങ്കിൽ അതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഓരോ കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊടുക്കുന്നത്. അതിനെയൊക്കെ വർഗീയത എന്ന് പറഞ്ഞ് മുദ്ര കുത്തുമ്പോൾ തീർച്ചയായും നമുക്ക് പ്രതികരിക്കണം. ശക്തമായിട്ടുള്ള താക്കീത് കൊടുക്കേണ്ടതാണ്. ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ സംഘടനയ്ക്ക് നേരെ ചേരുമ്പോൾ ഇനിയും കൂടുതൽ ആളുകൾ നമ്മുടെ ഈ ബാനർ നല്ലൊരു പ്രസ്ഥാനത്തിന് പിന്നിലേക്ക് അണിനിരക്കണം. VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മന്ത്രിസഭയിൽ ഇടുക്കിയെ അവഗണിച്ചെന്ന ആക്ഷേപം. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും UDF MLA-മാരാണ് വിജയിച്ചത്. ഇടുക്കിയിൽ നിന്നും ഒരു മന്ത്രി ഉണ്ടായിരിക്കുമെന്ന് KPCC സംസ്ഥാന ഭാരവാഹികൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും ഇടുക്കിയോട് അവഗണന കാണിച്ചു. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ടോമി തീവള്ളി അറിയിച്ചു. മുൻ UDF ഭരണകാലത്ത് ഇടുക്കിക്ക് മന്ത്രി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. VD സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തപ്പോൾ ഇടുക്കിയിൽ നിന്ന് മന്ത്രിയില്ലെന്ന ശക്തമായ പ്രതിഷേധം വരുന്നുണ്ട്. UDF-ന് 5 MLA-മാരുണ്ട് ഇടുക്കിയിൽ. ആരെ പോലും മന്ത്രിസഭയിൽ അംഗമാക്കിയില്ല. മുൻകാലങ്ങളിൽ UDF-ന് മന്ത്രി ഉണ്ടായിരുന്നതാണ്. UDF-നും LDP-നും മന്ത്രി ഉണ്ടായിരുന്നതാണ്. ഈ തവണ ഒരു മന്ത്രി പോലും ഇല്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു. ഇടുക്കിയിലെ വികസന കാര്യത്തിൽ ഇത്തരം നടന്നാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന്. തൊടുപുഴ നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ വീണ്ടും മോഷണം. മണക്കാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മരിയ ബേക്കറിയിലാണ് ഞായറാഴ്ച മോഷണം നടന്നത്. 25,000-ഓളം രൂപ മോഷ്ടിക്കപ്പെട്ടുവെന്ന് കടയുടമ പറഞ്ഞു. ബേക്കറിയുടെ പിൻഭാഗത്തുള്ള വെന്റിലേഷൻ പൊളിച്ചാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയത്. തൊടുപുഴയിൽ വ്യാപാര സ്ഥാപനത്തിൽ വീണ്ടും മോഷണം. ഞായറാഴ്ച വൈകിട്ട് 6:45-ഓടെയാണ് മണക്കാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മരിയ ബേക്കറിയിൽ മോഷണം നടന്നത്. പിൻവശത്തെ ഗ്ലാസ് വെന്റിലേറ്റർ തകർത്ത് മോഷ്ടാവ് ഉള്ളിൽ കയറുകയായിരുന്നു. മേശയിൽ നിന്ന് 25,000-ഓളം രൂപയും ബേക്കറി ഐറ്റംസും മോഷണം പോയിട്ടുണ്ടെന്ന് കടയുടമ പറഞ്ഞു. ഞാൻ രാവിലെ കട തുറക്കാൻ വന്നപ്പോൾ കടയുടെ ഒരു സൈഡിലെ ഗ്ലാസ് ഇടിച്ച് പൊളിച്ച് കടയ്ക്കകത്ത് കയറിയിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ ഗ്ലാസ് പൊട്ടിച്ചിട്ട് ഷട്ടറിൻ്റെ സൈഡ് പൊക്കി അകത്ത് കയറി ഒത്തിരി സാധനങ്ങൾ, കുറേ പൈസ ഇവിടെ ഉണ്ടായിരുന്നു. 20,000 രൂപയുടെ മുകളിൽ പൈസ ഉണ്ടായിരുന്നു. 4,000 രൂപയുടെ മുകളിൽ ചില്ലറ ഉണ്ടായിരുന്നു. ബേക്കറി ഐറ്റംസുകൾ, ചോക്ലേറ്റ്, പിന്നെ കുറേ ഐറ്റംസുകളെല്ലാം എടുത്തുകൊണ്ട് പോയി. ഞാൻ ഇവരുടെ ലോക്ക് മാറ്റിയിട്ട് രണ്ടാമത് അവൻ എടുക്കുക ചെയ്തു. അപ്പോൾ അതാണ് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള ഒരാളാണ്. അത്രയും കറക്റ്റായിട്ട് അറിയാവുന്ന. ഇത് ലോക്ക് വീഴുന്നതാണെന്നും ലോക്ക് എടുക്കുന്നതാണെന്നും എല്ലാം കറക്റ്റായിട്ട് അവനറിയാം. അത് അങ്ങനെ അറിയാവുന്ന ഒരാളാണ് ചെയ്തിരിക്കുന്നത്. സംശയം പലരിൽ നിന്നുണ്ട്. എന്തായാലും ഇന്ന് സ്റ്റേഷനിൽ കൃത്യമായിട്ട് സിക്ക് പരാതി കൊടുക്കുന്ന അവരൊന്ന് അന്വേഷിച്ചു. വീണ്ടും ഇപ്പം തന്നെ മറ്റു വേറെ ആൾക്കാരുമായിട്ട് ഫോറൻസിക് ആൾക്കാരുമായിട്ട് ഇപ്പം തന്നെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ഈ സംഭവം മേലിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് തന്നെ പറയുന്നത്. കാരണം നമുക്ക് ആദ്യം ഈ മഴക്കാലം ആരംഭിച്ചുള്ളൂ. അപ്പോൾ ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ അവർ നമ്മൾ കാര്യങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാവും. തിങ്കളാഴ്ച രാവിലെ ബേക്കറി തുറക്കുവാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം ഉടമ അറിയുന്നത്. ഉടൻ തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അവർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഈ ചോക്ലേറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി ഇതിനിടയ്ക്ക് പതുങ്ങി നടക്കുവന്നേ. അവിടെ ഒന്നും ഇല്ലല്ലോ. എന്നിട്ടും തൊടുപുഴ. ഇനി വാഹനങ്ങൾക്ക് തീപിടിക്കില്ല. വാക്യം അർത്ഥവത്താക്കി S&A ഏജൻസീസ്. വാഹനങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഒഴിവാക്കി സുരക്ഷ നൽകുന്ന ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്വിഷർ ക്യാപ്സൂൾ പ്രൊഡക്റ്റുമായി S&A ഏജൻസീസ് 2 വർഷം മുമ്പാണ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചത്.
ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്വിഷർ ക്യാപ്സ്യൂളിന്റെ ആദ്യ ഗുണഭോക്താവ് മുട്ടം സ്വദേശി എബി സണ്ണിയാണ്. മുട്ടം തുടങ്ങനാട് നടുപ്പറമ്പിൽ വ്യവസായിയായ എബി സണ്ണി സഞ്ചരിച്ചിരുന്ന കാർ തീപിടിച്ച് അപകടത്തിൽപ്പെടുകയും തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തു. എന്നാൽ ഫയർഫോഴ്സ് എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ കാറിൽ ഫിറ്റ് ചെയ്തിരുന്ന ബ്രാൻഡ് ഡാഡി കാർ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന ഉപകരണം താനെ പ്രവർത്തിക്കുകയും കാറിലെ തീ കെടുത്തി വാഹനത്തെയും യാത്രക്കാരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. അനുദിനം വാഹനങ്ങളിൽ തീപിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബ്രാൻഡ് ഡാഡി കാർ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വളരെ പ്രയോജനപ്രദമാണെന്ന് സുരേഷ് കുമാർ AR പറഞ്ഞു. ഈ സെൻസറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫ്ലെയിം ഹിറ്റ് ചെയ്താൽ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ. സ്മോക്കോ അതുപോലെ തന്നെ ചൂടോ 350 ഡിഗ്രി ചൂടാണെങ്കിൽ പോലും ഇത് പ്രവർത്തിക്കില്ല. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഫയർ ഇതിൽ ഹിറ്റ് ചെയ്താൽ മാത്രം, ഫ്ലെയിം ഹിറ്റ് ചെയ്താൽ മാത്രം 3 മുതൽ 7 സെക്കൻഡ് കൊണ്ട് ഇത് പ്രവർത്തിക്കും. അങ്ങനെയാണ് ഈ MAP മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ രാസവസ്തുവാണ് അതിലോട്ട് സ്പ്രെഡ് ചെയ്യുക. ഓക്സിജന്റെ കണ്ടന്റ്, ആ ഭാഗത്തുള്ള ഓക്സിജന്റെ പ്രസൻസ് ഇത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ പ്രവർത്തനം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ടെസ്റ്റ് ഹൗസിൽ പാസ്സായ എല്ലാ തരത്തിലുള്ള ടെസ്റ്റും പാസ്സായ ഒരു പ്രോഡക്റ്റാണ്. പിന്നെ കൂടാതെ തന്നെ NERC എന്ന് പറയും, നമ്മുടെ 3 പൊതുമേഖല പെട്രോളിയം കമ്പനീസ് ഉണ്ടല്ലോ, അവരുടെ ഇത് തന്നെ ഗ്യാസിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഗ്യാസിലൊക്കെ കൊണ്ട് വയ്ക്കണമെങ്കിൽ NERC എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. NERC ലാബിന്റെ അപ്രൂവൽ കിട്ടണം. ആ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. 20 വർഷത്തെ പാറ്റന്റ് ഉള്ള പ്രോഡക്റ്റാണ്. ഫുൾ പാറ്റന്റ്, 20 ഇയേഴ്സ് പാറ്റന്റ് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. മനസ്സിലായില്ല. പിന്നെ മറ്റൊന്ന്, സോണി ടിവിയുടെ ഷാർക്ക് ടാങ്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ആ സോണി TV ഷാർക്ക് ടാങ്കില് ഫണ്ടി കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതാണ് ഇതിനെപ്പറ്റി പറയാനായിട്ട്. ഇതാണ് ആ പ്രോഡക്റ്റ്. ഈ ഉപകരണം ഫിറ്റ് ചെയ്തതിനാലാണ് തന്റെ വാഹനം കത്തി നശിക്കാത്തതെന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും എബി സണ്ണി പറഞ്ഞു. ബോണറ്റിൽ പുക വന്ന ലേബേഴ്സ് എന്നോട് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ആദ്യത്തെ ഒരു അനുഭവം ആയതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വണ്ടിയിൽ നിന്ന് തുറന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം ബോണറ്റ് തുറക്കാൻ നോക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള എൻ്റെ വിലപ്പെട്ട ഡോക്യുമെൻസുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാധനങ്ങൾ ആദ്യം എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിക്കി തുറന്നിട്ട് അകത്ത് നോക്കിയപ്പം ഈ ബോണറ്റ് തുറന്ന് ജസ്റ്റ് തുറന്നേ ഉള്ളൂ. അപ്പോഴത്തേനും തീ പടർന്നു. പുകയല്ല, തീ തന്നെ പടർന്നു. തീ കണ്ടയാളാണ് ഞാൻ. ഈ തീ പടർന്നു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ എനിക്ക് ഈ പ്രോഡക്റ്റിന് വിശ്വാസം എന്ന് വെച്ചാൽ ഇതിനകത്ത് തീ പിടിച്ചാലാണ് ഇത് പൊട്ടിത്തെറിക്കുള്ളൂ എന്നുള്ളത് അറിയാം. പൊട്ടിത്തെറിക്ക് മീൻസ് അത് നിർവീര്യമാവുള്ളൂ. അങ്ങനെ ഒരു പെട്ടെന്നൊരു ഇതിൽ തോന്നി. ഞാൻ അതുകൊണ്ട് ആ ബോണറ്റ് അതുപോലെ തന്നെ വലിച്ചടച്ച് കഴിഞ്ഞ് അതൊരു 1 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ അത്യാവശ്യം വെള്ളം എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇത് ഒരു മിനിറ്റ്, കറക്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് സ്പ്രെഡായി. ഒരൊറ്റ പൊട്ടിത്തെറിയിൽ അതിൻ്റെ അകത്തിട്ട് അതുവരെ തീ കയറി വന്നുകൊണ്ടിരുന്ന പുക വന്നുകൊണ്ടിരുന്ന ഈ പ്രോഡക്റ്റിൽ ഈ സാധനം മൊത്തം ഒരു വൈറ്റ് കളറുള്ള പൗഡർ മൊത്തം സ്പ്രെഡായി. ഇതിനുള്ളിൽ നമ്മൾ ഈ പുക വന്നപ്പോൾ തന്നെ നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ചു. അവർ തൊടുപുഴയിൽ നിന്ന് അവിടെ എത്തിയിട്ടില്ല. അപ്പം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ സംഭവം ഇത് സ്പ്രെഡായി കഴിഞ്ഞിട്ട് ആ പൊടിയൊക്കെ നമ്മളത് കാണാൻ പറ്റും, ജസ്റ്റ് തെറിക്കണേ കാണാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് ഏകദേശം ഈ സംഭവം പുകയും മാറി ഈ പൊടി മാത്രം അവിടെയൊക്കെ നിർവ്വഹമായിട്ട് വന്നു. എബി സണ്ണി, ബ്രാൻഡ് ഡാഡിയെ പ്രതിനിധീകരിച്ച് സുരേഷ് കുമാർ AR, ഷിബു, ശ്രീരാജ്, രശ്മി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നിർണായക പ്രഖ്യാപനങ്ങളുമായി UDF സർക്കാർ. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ തുടങ്ങുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കൂടാതെ ആശാമാരുടെ ഓണറേറിയം ആദ്യഘട്ടമെന്ന നിലയ്ക്ക് 3000 രൂപയായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന കാര്യം പിന്നീട് അറിയിക്കാമെന്നും വ്യക്തമാക്കി. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ
KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. ഞങ്ങൾ ആ വകുപ്പ് രൂപീകരിച്ചതിന് ശേഷം ഇത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയ രാജ്യം ജപ്പാനാണ്. ഏറ്റവും ഭംഗിയായി വയോജനങ്ങളുടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നടപടിയാണ് ജപ്പാനിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. നമുക്കിപ്പോൾ എല്ലാം ചെയ്യാനുള്ള പരിമിതികൾ നമുക്കുണ്ട്, എങ്കിലും ആ മോഡൽ കൂടി പരിശോധിക്കും. അതിനുള്ള ഒരു നല്ല സ്റ്റഡി അടുത്ത 1-2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കേരളത്തിലെ വയോജനങ്ങളെ, ഞാൻ കരുതുന്നത് ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. ഇപ്പം നമുക്ക് കേരളം സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്, പരിഷ്കൃത സമൂഹമാണെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ പ്രായമായവരുടെ അല്ലേ അവരോട് ഏറ്റവും മാന്യമായി അവരെ കരുതലോടുകൂടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും പദ്ധതികളും കേരളത്തിലുണ്ടാകണം ധാരാളമായി. ഒരു വകുപ്പ് രൂപീകരിച്ച് അവിടെ കുറേ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വയ്ക്കുന്ന അല്ല അതിൻ്റെ ഉദ്ദേശം. വലിയ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചതിൻ്റെ പുറകിലുണ്ട്. അത് പുറകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കും. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. അതാണ്. അപ്പോൾ ആ 2 ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുകയാണ്. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ കാര്യം ഒരുപാട് തീരുമാനിപ്പിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും. ഇപ്പോൾ നമുക്ക് ഉള്ളത് 9,000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അത് 12,000 രൂപയാവും. ഇപ്പോൾ അംഗൻവാടി ജീവനക്കാരുടെ വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമല്ല, 1,000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കും. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോട് 1,000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നുപോയില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണിത്. 1000 രൂപ കൂട്ടിയത് നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു മെസ്സേജ്, സന്ദേശം. അതാണ്. വായുവിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അടിമാലി 10 മൈൽ സ്വദേശിയായ VS മോഹനൻ. പ്രോജക്ടിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെയും മെക്കാനിക്കൽ എഞ്ചിനീയറുടെയും ലെയ്ത്ത് വർക്കറുടെയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെയും കൂടാതെ പരിസ്ഥിതി പ്രവർത്തകരുടെയും സഹായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യമാണെന്നും താല്പര്യമുള്ളവർ ബന്ധപ്പെടണമെന്നും VS മോഹനൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫോൺ നമ്പർ 9847303672. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും ഒരു പടം കണ്ട് പഠിച്ചിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നാം ശ്വസിക്കുന്ന വായുവിൻ്റെ സഹായത്തോടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു ഐഡിയ കണ്ടെത്തിയിരിക്കുന്നു. അതിനുവേണ്ടി എനിക്ക്
ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെയും മെക്കാനിക്കൽ എഞ്ചിനീയർമാരുടെയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെയും ലെയ്ത്ത് വർക്കുകളുടെയും സഹായം ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത്. അതിന് താല്പര്യമുള്ളവർ എന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പറയുന്നു. അതായത് ആര് കേട്ടാൽ ഓർക്കും വായുവിൻ്റെ സഹായത്തോടെ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റാത്ത സാധനമാണ് വായു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസർ ഉപയോഗിച്ച് എയർ കംപ്രസർ ഉപയോഗിച്ച് വായു സ്റ്റോർ ചെയ്തതിനു ശേഷം ടർബൈനിൽ കത്തിയിട്ട് ആൾട്ടർനേറ്റർ കത്തുന്ന ഒരു സംവിധാനമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്നെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. കാറ്റ് വെച്ചതെന്ന് പറയാൻ പറ്റില്ല, കാരണം കാറ്റ് ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. ഇതങ്ങനെയല്ല, നമ്മുടെ ആവശ്യത്തിന് യഥേഷ്ടം വായു സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ നമ്മുടെ ഇഷ്ടത്തിന് പ്രവർത്തിപ്പിക്കുകയാണ് ടർബൈനകത്ത്. ടർബൈനകത്തോട്ട് വായു കത്തിവിടും. നമ്മൾ ടയർ നിറങ്ങിയില്ല കംപ്രസർ ഉപയോഗിച്ച്. അപ്പോൾ ഇത്ര ഭാരമുള്ള വണ്ടിയും എയർ നിറഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആ എയറിനെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. കാറ്റടി തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലത് ഓൾറെഡി ഉണ്ടല്ലോ. ഇത് വേറെ രീതിയാണ്. കാറ്റാടി അന്തരീക്ഷത്തിൽ എയർ ഉണ്ടെങ്കിൽ കാറ്റുണ്ടെങ്കിൽ മാത്രമല്ലേ പ്രവർത്തിക്കുന്നുള്ളൂ. അല്ല, ഇതിനെ നമ്മൾ പാത്രത്തിലാക്കിയിട്ടാണ് വരുത്തുന്നത്. അത് അഡ്വാൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. തൊണ്ടിക്കുഴ സ്കൂളിന് മുൻവശത്തുള്ള റോഡിലെ കുഴികൾ വാർഡ് മെമ്പർ സുഗു തങ്കപ്പന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയുടെ പങ്കാളിത്തത്തോടെ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ ദുരിതമേറിയപ്പോൾ 2ാം വാർഡ് മെമ്പർ സുഗു തങ്കപ്പൻ മുൻകൈയെടുത്ത് റോഡ് നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ ശ്രമദാനമായി പൂർത്തിയാക്കുകയായിരുന്നു. വർഷങ്ങളായി ഗതാഗതയോഗ്യമല്ലാതായി കിടന്നിരുന്ന തൊണ്ടിക്കുഴ സ്കൂളിന് മുൻവശത്തുകൂടി കടന്നു പോകുന്ന തൊണ്ടിക്കുഴ ഇടവെട്ടി റോഡിലെ കുഴികൾ വാർഡ് മെമ്പർ സുഗു തങ്കപ്പന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയുടെ പങ്കാളിത്തത്തോടെ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനെ തുടർന്ന് നിരവധി വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും പരിക്ക് പറ്റിയിരുന്നു. പഞ്ചായത്തിലെ 2-4 വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന MVIPയുടെയും ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും ഉടമസ്ഥതയിലുള്ള റോഡാണിത്. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വകയായിരുന്ന ഈ റോഡിന്റെ ഒരു ഭാഗം MVIPയുടെ ആസ്തിയിൽ തെറ്റായി ഉൾപ്പെട്ടു പോയതിനാൽ മറ്റ് ഏജൻസികളുടെയോ MLAമാരുടെയോ ഫണ്ടിൽ നിന്നോ റോഡ് നന്നാക്കാൻ ഫണ്ട് അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഈ റോഡിന്റെ നവീകരണത്തിനു വേണ്ടി ജോസ് കെ മാണി MP 7 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ആസ്തി രജിസ്റ്ററിൽ റോഡിന്റെ പേര് ഉൾപ്പെടാത്തതിനാൽ ഫണ്ട് മറ്റൊരു പ്രവൃത്തിയിലേക്ക് മാറ്റേണ്ടി വന്നു. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ ദുരിതമേറിയപ്പോൾ 2ാം വാർഡ് മെമ്പർ സുഗു തങ്കപ്പൻ മുൻകൈയെടുത്ത് റോഡ് നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ ശ്രമദാനമായി പൂർത്തിയാക്കുകയായിരുന്നു. നിർമ്മാണ വേളയിൽ മഴ പെയ്തതുകൊണ്ട് അല്പഭാഗം കൂടി പൂർത്തീകരിക്കാനുണ്ട്. എന്തായാലും ജനങ്ങളുടെ വലിയൊരു ദുരിതത്തിന് ഇതോടെ ആശ്വാസമായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എടമലക്കളത്തി കുടുംബയോഗം വാർഷിക പൊതുസമ്മേളനം നടന്നു. ദിവ്യബലിയോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. വാഴക്കുളത്ത് സംഘടിപ്പിച്ച പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം രക്ഷാധികാരി റവറന്റ് ഡോക്ടർ ജോർജ് കാരക്കുന്നിൽ നിർവഹിച്ചു. കുടുംബയോഗം പ്രസിഡന്റ് ഡൊമിനിക് മലയിൽക്കുടിയിൽ അധ്യക്ഷത വഹിച്ചു. എടമലക്കളത്തി കുടുംബയോഗം വാർഷിക പൊതുസമ്മേളനം വാഴക്കുളത്ത് നടന്നു. പുൽപ്പറമ്പിൽ, ഇടപ്പഴത്തിൽ, കളപ്പുരയ്ക്കൽ, കൊട്ടുപ്പള്ളിൽ, മലയക്കുടിയിൽ, പാടത്തിൽ, തലയ്ക്കൽ, ഇഞ്ചപ്ലാക്കൽ, മണ്ണൂർ, നെല്ലിക്കുന്നൽ എന്നിങ്ങനെ 10 ശാഖകൾ ചേരുന്ന കുടുംബമാണ് എടമലക്കളത്തി കുടുംബം. മലനാടിന്റെ മിഷണറി എന്നറിയപ്പെട്ടിരുന്ന CMI സഭാംഗമായ പുൽപ്പറമ്പിൽ ശൗര്യരച്ചനാണ് കുടുംബയോഗ സ്ഥാപകൻ. വാഴക്കുളത്ത് വെച്ച് നടന്ന വാർഷിക സമ്മേളനം ആശ്രമ ദേവാലയത്തിൽ നടന്ന ദിവ്യബലിയോടെ ആരംഭിച്ചു. കുടുംബയോഗം പ്രസിഡന്റ് ഡൊമിനിക് മലയിൽക്കുടിയിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം രക്ഷാധികാരി റവറന്റ് ഡോക്ടർ ജോർജ് കാരക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ബാധിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് മൈഗ്രേഷൻ, കുടിയേറ്റം. ആളുകൾ പോയിരിക്കുന്ന അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ് തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലേക്കാണ്. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് വന്നു ഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. നമ്മൾ എവിടെ ജീവിച്ചു പോയിരുന്നുവോ നമ്മുടെ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ജീവിത മേഖലകളൊക്കെ ശുഷ്കമായി കൊണ്ടിരിക്കുകയാണ്. ഫാദർ ഓസ്റ്റിൻ കളപ്പുരയ്ക്കൽ CMI, കോതമംഗലം രൂപത പ്രൊക്യൂറേറ്റർ ഫാദർ ജോസ് പുൽപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കുടുംബയോഗം സെക്രട്ടറി ജോർജ് മാനുവൽ റിപ്പോർട്ടും ട്രഷറർ KM ജോസഫ് കണക്കും അവതരിപ്പിച്ചു. വിപിൻ ജോർജ്, ചിഞ്ചു മരിയ, ഫെബിൻ ഡി സാവിയോ, അഡ്വക്കേറ്റ് ജിറ്റി അഗസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ കലാകായിക മത്സരങ്ങൾ സമ്മേളനം വർണ്ണാഭമാക്കി.
സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് കോളേജ് പ്രൊഫസർ മരിച്ചു. മകനെ ഗുരുതരമായി പരിക്കേറ്റു. കരിങ്കുന്നം പ്ലാന്റേഷൻ സൺവ്യൂ വില്ലയിലെ താമസക്കാരനായ തൊടുപുഴ ന്യൂമാൻ കോളേജ് കെമിസ്ട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബിജോയ് തോമസ് ആണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ കോളേജ് പ്രൊഫസർ മരിച്ചു. കരിങ്കുന്നം പ്ലാന്റേഷൻ സൺവ്യൂ വില്ലയിലെ താമസക്കാരനായ തൊടുപുഴ ന്യൂമാൻ കോളേജ് കെമിസ്ട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബിജോയ് തോമസ് ആണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. കൂടെയുണ്ടായിരുന്ന മകൻ ജോർജ് തോമസിന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. തിങ്കളാഴ്ച രാവിലെ 7:15 വണ്ണപ്പുറം ചേലച്ചൂട് റോഡിൽ വെൺമണി കൂടത്തൊട്ടി കവലയിലാണ് അപകടം. മുരിക്കാശ്ശേരി രാജപുരം തേക്കുംതണ്ട് ഭാഗത്തുള്ള തറവാട്ട് വീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു അധ്യാപകനും മകനും. വണ്ണപ്പുറത്ത് നിന്നും വന്ന് കഞ്ഞിക്കുഴി സ്വദേശിയുടെ കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് ഇരുവരും തെറിച്ചു വീണു. കാർ റോഡിന് സമീപമുള്ള കയ്യാന ഭാഗത്തേക്ക് ഇടിച്ചു കയറി നിന്നു. ഈ സമയം ഇതുവഴി എത്തിയ ബസ് ജീവനക്കാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഉടൻ തന്നെ ഇരുവരെയും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബിജോയ് മരിച്ചു. മകൻ ജോർജിന്റെ കൈക്കും തലയ്ക്കും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഭാര്യ ജീനോ പാലാ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. മകൾ അർണ നെസ തോമസ്. സംസ്കാരം പിന്നീട്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ചൊവ്വാഴ്ച രാവിലെ 9:30 മുതൽ പൊതുദർശനം ആരംഭിക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2:30 കരിങ്കുന്നം പ്ലാന്റേഷനിലുള്ള വസതിയിൽ ആരംഭിച്ച് നെടിയകാട് ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജ് തീർത്ഥാടകരുമായി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആദ്യ വിമാനം പുറപ്പെട്ടു. കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. തീർത്ഥാടകർക്ക് ആശംസയും നേർന്നു. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യമായാണ് ഹ്രസ്വ ഹജ്ജ് പാക്കേജ് അവതരിപ്പിച്ചത്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള നെടുമ്പാശ്ശേരി എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും പുറപ്പെട്ട ഹ്രസ്വ ഹജ്ജ് പാക്കേജ് തീർത്ഥാടകർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം ആദ്യമായിട്ടാണ് ഹ്രസ്വ ഹജ്ജ് പാക്കേജ് അവതരിപ്പിച്ചത്. ഈ പദ്ധതി പ്രകാരം 10,000 തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനം നടത്തും. This is the first time the short Hajj flights are going from India. It is a long demand from the pilgrims for years. The demand was there. This time, Government of India, Hajj Committee of India, decided to send this short Hajj flights, and today it is starting. It is for 20 days, and this year 10,000 pilgrims are allowed. In future, I expect more people will come forward for this one, because professionals, businessmen, and those who are having the health problem, they are preferring this one, and
we need awareness and publicity regarding this, and in future, I expect more people will be coming for that. This opportunity is taking for giving publicity for that. Thank you. Today is a historical day in the history of Kerala Hajj pilgrims and also the Indian Hajj pilgrims, because normally the Hajj season was taking 45 to 50 days for each and every pilgrim. But this time the central government and the Hajj Committee of India, they introduced a new scheme. It is called as short Hajj. This short Hajj up to 20 to 25 days, and many of the employees who are longing for Hajj and Umrah, they will not be able to go for, because it will take 50 days or more than that. Now the chance and opportunity came to them only 20 days or 25 days. ഹജ്ജ് തീർത്ഥാടനം സാധാരണയായി 40-45 ദിവസം നീണ്ടു നിൽക്കുമെങ്കിലും ഈ പദ്ധതി പ്രകാരമുള്ള തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ പൂർത്തിയാക്കി സൗദി അറേബ്യയിൽ ഏകദേശം 20 ദിവസം താമസിച്ച ശേഷം മടങ്ങാം. തിങ്കളാഴ്ച പുറപ്പെട്ട ഹ്രസ്വ ഹജ്ജ് വിമാനം ജൂൺ 5-ന് തിരിച്ചെത്തും. ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, കൊച്ചി, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്നും ഹ്രസ്വ ഹജ്ജ് വിമാന സർവീസുകൾ നടത്തുന്നു. 18-ന് രാവിലെ 7 മണിക്ക് 419 തീർത്ഥാടകർ ഫ്ലൈനാസ് എയർലൈൻ വിമാനം 8034-ൽ പുറപ്പെടും. ഇതിൽ 184 പേർ പുരുഷ തീർത്ഥാടകരും 235 പേർ സ്ത്രീ തീർത്ഥാടകരുമാണ്. നെടുമ്പാശ്ശേരി ക്യാമ്പിൽ നിന്നുള്ള അവസാന വിമാനം 19-ന് അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ 1:15-ന് പുറപ്പെടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയാസ് അഹമ്മദ്, കോർഡിനേറ്റർ TK സലീം, എയർലൈൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നാരുപാറ ഡബിൾ കട്ടിംഗ് ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ഗുരുദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയും ചുറ്റമ്പല സമർപ്പണവും നടന്നു. ക്ഷേത്രതന്ത്രി സുരേഷ് ശ്രീധരൻ തന്ത്രികൾ, ക്ഷേത്രം ഉപദേഷ്ടാവ് ബോധിതീർത്ഥ സ്വാമികൾ, ക്ഷേത്ര മേൽശാന്തി സുരേഷ് ബാബുനാഥ ശർമ്മ ശാന്തികൾ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാ ചടങ്ങുകൾ നടത്തിയത്. നാരുപാറ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ഗുരുദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയും ഗുരുദേവ പഞ്ചലോഹ പ്രതിഷ്ഠയും ഗണപതി പ്രതിഷ്ഠയുമാണ് നടത്തിയത്. രാവിലെ 5:30-ന് പള്ളി ഉണർത്തലോടുകൂടി ആരംഭിച്ച ക്ഷേത്ര ചടങ്ങുകൾ പ്രഭാതഭേരി, ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, അഷ്ടദ്രവ്യ സമേതം ഗണപതി പൂജ, അധിവാസം ഇടർത്തൽ, പ്രതിഷ്ഠാഹോമം, അഷ്ടബന്ധ നവീകരണ കലശ പൂജകൾക്കും ശേഷമാണ് ഗുരുദേവ പ്രതിഷ്ഠയും ഗണപതി പ്രതിഷ്ഠയും ധ്വജപ്രതിഷ്ഠയും നടത്തിയത്. ക്ഷേത്രം തന്ത്രി സുരേഷ് ശ്രീധരൻ തന്ത്രികൾ, ക്ഷേത്രം ഉപദേഷ്ടാവ് ശിവഗിരിമഠം ബോധിതീർത്ഥ സ്വാമികൾ, ക്ഷേത്രം മേൽശാന്തി സുരേഷ് ബാബുനാഥ ശർമ്മ ശാന്തികൾ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തിയത്. SNDP യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത്, ശാഖാ യോഗം പ്രസിഡന്റ് സുരേഷ് ബാബു തേവർക്കാട്ടിൽ, വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പുത്തേട്ട്, സെക്രട്ടറി സുനിൽ കൊച്ചയ്യത്ത്, ക്ഷേത്രം രക്ഷാധികാരി വിശ്വനാഥൻ ചാലിൽ, ദേവസ്വം ചെയർമാൻ ബിനീഷ് കോട്ടൂർ, സെക്രട്ടറി സന്തോഷ് വാർത്താത്ത്, റെജി നമ്പ്യാർ മഠത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ചെറിയ ഭജനമഠമായിരുന്ന ഈ പ്രസ്ഥാനം ഇന്ന് ഇടുക്കി ജില്ലയിലെ ഒരു മഹത്തരമായ ആരാധനാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ചുറ്റമ്പലത്തോടു കൂടിയ ക്ഷേത്ര സമുച്ചയം, അത് ശില്പചാരുതയോടുകൂടി ഭാരതീയ ശാസ്ത്രവിദ്യ നിപുണതയോടുകൂടി പണിതീർത്തിരിക്കുകയാണ്. ഇത്രയും ആളുകളുടെ ഇവിടെ ഈ ക്ഷേത്രം വന്നതിന് ശേഷം ഇത്രയും ആളുകൾക്ക് വരാനും പോകാനുമുള്ള സൗകര്യമായി ക്ഷേത്ര പൂജ നടത്താനായി. അതുമാത്രമല്ല അവിടെ എല്ലാവിധ ഭൗതികമായ ഉയർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. എത്രയോ പേര് വീടില്ലാതെയും മറ്റൊക്കെ ഇരുന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അതിപ്പോൾ ഏതായാലും അവർക്ക് വീടുമായി, വണ്ടിയായി, മക്കൾ പഠിക്കുന്ന ജോലിയായി എല്ലാം ആയിട്ടുണ്ട്. അതിലെല്ലാം വളരെ സന്തോഷമുണ്ട്. അതിന് കൃതാർത്ഥന. ഇനി ഭാവിയിലും അവരുടെ പ്രാർത്ഥനയും സഹകരണവും എപ്പോഴും ഈ ക്ഷേത്രത്തോട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞ. വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ SNDP യോഗം പ്രവർത്തകർ പ്രതിഷേധിച്ചു.
വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മന്ത്രിസഭയിൽ ഇടുക്കിയെ അവഗണിച്ചെന്ന് ആക്ഷേപം. തൊടുപുഴ നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ വീണ്ടും മോഷണം. മണക്കാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മരിയ ബേക്കറിയിലാണ് ഞായറാഴ്ച മോഷണം നടന്നത്. തൊണ്ടിക്കുഴ സ്കൂളിന് മുൻവശത്തുള്ള റോഡിലെ കുഴികൾ വാർഡ് മെമ്പർ സുഗു തങ്കപ്പന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയുടെ പങ്കാളിത്തത്തോടെ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.